കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരിടുന്ന വലിയൊരു ഭരണപരമായ പ്രതിസന്ധിയുടെയും അതിലൂടെ സംസ്ഥാന ഖജനാവിനുണ്ടാകുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടത്തിന്റെയും വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പൊതുമേഖലാ മദ്യ ബ്രാൻഡായ ജവാന്റെ ഉൽപാദനം അപ്രതീക്ഷിതമായി നിലച്ചതിനെ തുടർന്ന് വെറും 5 ദിവസത്തിനുള്ളിൽ 28 കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാരിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനവും വിതരണത്തിലെ തടസ്സങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോഴും ഒരു ജനപ്രിയ ബ്രാൻഡിന്റെ ഉൽപാദനം പൂർണ്ണമായി സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയെന്നത് ഗൗരവമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഈ പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ വ്യക്തമാകുന്നത് ടെൻഡർ നടപടികളെ അനാസ്ഥയും സമയബന്ധിതമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ പരാജയവുമാണ്. കുപ്പികൾ, കേസുകൾ, ലേബലുകൾ, ക്യാപ്പുകൾ എന്നിവ ലഭ്യമാകുന്നതിനുള്ള ടെൻഡർ നടപടികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ബിവറേജസ് കോർപ്പറേഷൻ നേതൃത്വത്തിന് സാധിച്ചില്ല എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വസ്തുക്കൾ ലഭ്യമല്ലെന്ന് കാണിച്ച് TSPL മാനേജർ 4 തവണ ബെവ്കോ MDക്ക് കത്തയച്ചിട്ടും അതിന്മേൽ കൃത്യമായ മറുപടിയോ തുടർ നടപടികളോ ഉണ്ടായില്ല എന്നത് ഉദ്യോഗസ്ഥ തലത്തിലെ ഏകോപനമില്ലായ്മയാണ് കാണിക്കുന്നത്. ദിവസവും 6000 മുതൽ 10000 കേസുകൾ വരെ വിറ്റഴിച്ചിരുന്ന ഒരു ബ്രാൻഡ് വിപണിയിൽ ഇല്ലാതാകുമ്പോൾ അതിന് പകരമായി സ്വകാര്യ മദ്യ കമ്പനികളുടെ വിൽപ്പനയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഈ വീഴ്ചയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനത്തെ പൊതുഭരണത്തെയും സാമ്പത്തിക ഭദ്രതയെയും സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു സാഹചര്യമാണ്. മദ്യ വിൽപ്പനയിൽ നിന്നുള്ള നികുതി വരുമാനം കേരളത്തിന്റെ ആഭ്യന്തര വരുമാനത്തിന്റെ വലിയൊരു പങ്കായിരിക്കെ ഇത്തരം വീഴ്ചകൾ നേരിട്ട് ബാധിക്കുന്നത് ജനക്ഷേമ പദ്ധതികളെയും പൊതുവികസനത്തെയുമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമായി നടത്തുന്നതിന് പകരം ഭരണപരമായ സുതാര്യതയില്ലായ്മ മൂലം അവയ്ക്ക് കനത്ത നഷ്ടം വരുത്തി വെക്കുന്നത് സാധാരണക്കാരായ പൗരന്മാരുടെ നികുതി പണത്തോടുള്ള അനീതിയാണ്. സ്വകാര്യ മേഖലയ്ക്ക് വിപണിയിൽ മേധാവിത്വം സ്ഥാപിക്കാൻ പൊതുമേഖലയിലെ വീഴ്ചകൾ കാരണമാകുന്നത് വിപണിയിലെ ആരോഗ്യകരമായ മത്സരത്തെയും ബാധിക്കും. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കേവലം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം സംസ്ഥാനങ്ങളുടെ അക്കൗണ്ടബിലിറ്റി അഥവാ ഉത്തരവാദിത്വം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേർന്നിട്ടും പരിഹാരം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്നും ഒരു പൊതുമേഖലാ ബ്രാൻഡിനെ പ്രതിസന്ധിയിലാക്കി സ്വകാര്യ ലോബികൾക്ക് വഴിയൊരുക്കാൻ ഉദ്യോഗസ്ഥർ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടോ എന്നും ഉയർന്ന ചിന്താശേഷിയുള്ള ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വ്യവസ്ഥാപിതമായ ടെൻഡർ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലുണ്ടായ കാലതാമസം അഴിമതിയുടെ ഭാഗമാണോ അതോ കേവലം അനാസ്ഥയാണോ എന്ന് വ്യക്തമായ അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തിലും സാമ്പത്തിക നയങ്ങളിലും ഉണ്ടാകുന്ന ഇത്തരം വലിയ മാറ്റങ്ങളെയും വീഴ്ചകളെയും കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകുക എന്നത് ബോധമുള്ള ഒരു പൗരന്റെയും കടമയാണ്. ഔദ്യോഗിക സംവിധാനങ്ങളുടെ സുതാര്യതയും ജനാധിപത്യപരമായ ഉത്തരവാദിത്വവും ഉറപ്പാക്കാൻ ഇത്തരം ചർച്ചകൾ താഴെത്തട്ടിൽ സജീവമാകേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിർണായകമായ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം കൂടുതൽ ആഴത്തിലുള്ള രാഷ്ട്രീയ നയ വിശകലനങ്ങൾക്കായി ഈ വീഡിയോ പരമാവധി പങ്കുവയ്ക്കുക.